ഇത് നോക്കിയ കൊറേ പറവയുണ്ട്, കൊറേ കാക്കുണ്ട്. എല്ലാരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഒരുമിച്ച് നിക്കണേ. ഇവരെന്താ ഇത്രയും കൂട്ടം കൂടി നിക്കണേ? എന്തോ ഇത്ര കൂട്ടം കൂടി നിക്കണവര്? അത് അവര് തിന്നാൻ വരണായിരിക്കും. തിന്നാൻ വരണതല്ലേ? തിന്നാനല്ല, ഒത്ത് ഇങ്ങനെ ഫാമിലി, നമ്മള് ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. എന്താ കാക്കിയും പറവയും. എന്നാലും നല്ല കോപ്പറേഷൻ ആട്ടോ എല്ലാം. സോ ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ എന്താണ്, നിനക്ക് എന്താ വാങ്ങാൻ പോണെന്ന്? ഡോഗ് ഫുഡ്. അതെ, നമുക്ക് സാധാ ഫുഡ് കഴിച്ചു മടുത്ത് കുറച്ച് എക്സ്പെരിമെന്റ് ആയിട്ട് ഡോഗ് ഫുഡും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിക്ക് നമ്മള് പെറ്റ് ഷോപ്പിൽ പോയിട്ട് ഡോഗ് ഫുഡ് വാങ്ങാൻ പോവാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ പോയിട്ട് സാധാരണ എന്താ പറയുക, നമ്മുടെ ഡോഗ്സിനൊക്കെ പെറ്റ് ഫുഡ് വാങ്ങുന്നതിന് പകരം ഒരു മനുഷ്യന് ഒരു ഇവർക്ക് പെറ്റ് ഫുഡ് വാങ്ങുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെയാ ബാക്കിയുള്ള സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാ നോക്കാം. റെഡി അല്ലേ? ഓക്കെ. പെറ്റ് ഫുഡ് ഉണ്ടോ? ഏതാണ്? അല്ല, എന്താ ബ്രീഡ്? നീ ഏതാ ബ്രീഡ്? ഉൾക്കാണ്. അതല്ല, പെറ്റ് ഫുഡ് അല്ലേ ചോദിച്ചത്? ഡോഗ് ഫുഡ്. ഡോഗ് ഫുഡോ ആണോ? ഏതാണ്? പെഡിഗ്രി. അത് പല ബ്രാൻഡുകൾ കുറെ ഉണ്ട്. ബ്രാൻഡല്ലേ? ഏതാ കഴിക്കാറ് സാധാരണ? പെഡിഗ്രി കഴിക്കാറ് മറ്റേ ഇത് ടേസ്റ്റിയാണ്. ഏതാ? മറ്റേത് ചിക്കനോ? വേറെ ഏതാ? പിന്നെ ഡോനേറ്റീവ് ഉണ്ട്, ഒറിജിനൽ ഉണ്ട്, ബ്രാൻഡുകൾ കുറെ ഉണ്ട്. ബ്രാൻഡല്ലോ? നീ പെഡിഗ്രി കഴിക്കാറ്? പെഡിഗ്രി കഴിക്കാറ്. വേറെ മറ്റേ ചിക്കന്റെ ബീസിന്റെയോ റൂൾസ് ഇല്ലല്ലോ. റൂൾസ് ഇല്ല, റൂൾസ് നമ്മൾ കഴിഞ്ഞിരിക്കാം. പാലിനല്ല, ഇത് ശരിക്ക് ഈ ബ്രാൻഡുകളില്ലേ, ഇതൊക്കെ റോ മീറ്റ് ആണ്. ശരിക്കും റോ മീറ്റ് ഉണക്കിയിട്ടുള്ളതാ. പാലിട്ട് കുടിക്കാൻ ഈസിണ്ടായിരിക്കും. ഞാൻ ഒന്ന് കുടിച്ചപ്പോൾ ഡയറക്റ്റ് ആണ്. ഇതിപ്പോ 2 ദിവസമായിട്ട് തുടങ്ങിയത് അവൾക്ക് ടോക്ക് ഫുഡ് കഴിക്കണമെന്ന്. 2 ദിവസം ഒരു പട്ടി കടിച്ചേ, അതിന് വേണ്ടി ഇപ്പൊ എങ്ങനെയാ? ബെൽറ്റ് ഉണ്ടോ അവൾക്ക് പറ്റിയത്? എന്റെ ബെൽറ്റും പാകാവും. നല്ല കളർഫുൾ ആയിക്കോട്ടെ. ഇട്ടിട്ട് സാധനം എവിടെ അകലും നല്ല കാണും. ഇതൊന്ന് തരൂ. കയറുണ്ടാവില്ലേ? കേട്ടാ അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ ആ ഭാഗം ഞാൻ കാണില്ലേ അകലൊന്നാലും ചേട്ടാ, ഇത് ചന്ത ഷോപ്പാണോ? നല്ല ഷോപ്പില്ല ചേട്ടാ. ഇവിടെ വർക്ക് ചെയ്യണം സംഭവം. നമ്മളൊരു പ്രാങ്ക് പരിപാടിക്കായിട്ട് വന്നാട്ടു. പ്രാങ്ക് ഒരു കണ്ടന്റ്, നമ്മൾ പ്രാങ്ക് ക്രിയേറ്റേഴ്സാ. അതിന്റെ കണ്ടന്റ് ഭാഗമായിട്ട് വന്നിരുന്നു. എന്താ തോന്നിച്ചേണ്ടപ്പോ ചേട്ടൻ കണ്ടപ്പോ പറയില്ല. ഞാന് ജസ്റ്റ് മാറിയിട്ട് സംസാരിക്കാന് കാരണം വയ്യാന്ന് പറഞ്ഞപ്പോ ഡൗട്ടായിട്ട് നിന്നതാ. അല്ല, ആട് പറഞ്ഞപ്പോ നിന്നതാ. ഞാൻ പിന്നെ കഴിഞ്ഞിട്ട് ചോദിക്കാം മാറിയിട്ട് ചോദിച്ചതാ. ഇവിടെ പെറ്റ് ഫുഡ് ഉണ്ടോ? ഡോഗ് ഫുഡ്? ഡോഗ് ഫുഡ് ഉണ്ടോ? നീ ഏതാ കഴിക്കാറ്? നല്ല പെഡിഗ്രി. പക്ഷേ ട്രൂൾസിന്റെ ഏതാ? ബീഫോ ചിക്കനാ? അതൊന്നും ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കിയിട്ടില്ലത്. മനസ്സിലായില്ല. അതൊന്നും ടേസ്റ്റ് ആണ്. ട്രൂൾസ് ശരിയാ. അല്ല, ഇപ്പൊ ട്രയൽ അടിക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് പറ്റിയത് അതെന്താ വെച്ചാലേ
മറ്റേത് ഞാൻ പാലിലിട്ട് കുടിച്ചിട്ടുണ്ട് ചോക്കോസ് പോലെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചു. പെഡിഗ്രി കഴിച്ചിട്ടുള്ളേ. അപ്പൊ റൂൾസ് എങ്ങനെയാണെന്ന് നോക്കാനോ നിങ്ങൾക്ക്? മറ്റേത് നല്ല ടേസ്റ്റാ ചോക്കോസ് പോലെ കഴിക്കാൻ. എന്തേ അല്ല വേറെന്നല്ല, 2 ദിവസം മുമ്പ് ഒരു പട്ടി അടിച്ച്. അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും. പന്തല് അപ്പൊ ഡോക്ടർ കാണിച്ചില്ലേ? എനിക്കിതിപ്പോ ഇഷ്ടം. കഴിക്കണല്ലോ. അപ്പം ഡോക്ടർ കാണിക്കാത്തെ? അല്ല എനിക്കിതിപ്പോ ഇഷ്ടം കഴിക്കാൻ. ഇങ്ങനെ കഴിക്കണല്ലോ. അയ്യോ ഇനി ഇതിപ്പോ കഴിച്ചിട്ട് ഫ്ലേവർ മറ്റേത് മടുത്തേ. അപ്പൊ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഫുഡ് അഡൽറ്റ് മതി. ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. എങ്ങനെയുണ്ട് അല്ല ഉള്ള പൊട്ടിച്ചത് മതി. അത് നോക്കിട്ട് എടുക്കാനാ. സാമ്പിൾ പാസ് കുടിക്കണ കഴിച്ചോണ്ടത് കഴിച്ചോ. വേണ്ട മറ്റേ ഫ്ലേവേഴ്സ് ആയിട്ടുണ്ട്. ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ഒക്കെ. നിങ്ങളുടെ ഷോപ്പാണത്. നിങ്ങൾ ഏകദേശം ഉദ്ദേശിച്ച പോലെ എന്തെങ്കിലും തോന്നിയാ കണ്ടിട്ട്? എനിക്ക് മനസ്സിലായി. നീ ശരിക്കും കഴിച്ച ഇത് കഴിക്കുക ഞാൻ വിചാരിച്ചിട്ടാ. മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ നിർത്തി കഴിപ്പിക്കുള്ളൂ. ചേട്ടന്റെ പേരെന്താ? ശരിയുടെ സോനയുടെ പൂജ മേടിച്ചില്ലേ? ഇത് ഓർമ്മ പറ്റുന്നു. അല്ല പേയ്മെന്റ് ചെയ്യാം. അല്ല പേയ്മെന്റ് ചെയ്യാം. അല്ല എന്തേലും തരണ്ടേ? സോനയുടെ പൂജ തിരിച്ചു റെക്കോർഡിങ് കൂടിയാ. എന്താണ് നടന്നത്? ഞാനത് ശരിക്കും തിന്നിട്ടില്ല. ഞാനത് വെറുതെ വായിലിട്ടുള്ളൂ. പിന്നെ അത് അപ്പൊ തന്നെ തുപ്പിട്ടാ തിന്നിട്ടില്ല, മെഴുകിയിട്ടുള്ളൂ. സംഭവം കൊഴപ്പൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ വായിലിട്ട് ടെസ്റ്റ് ആയിട്ട് ഞാൻ ചവച്ചത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫുഡ് റിവ്യൂ. പെറ്റ് ഫുഡ് ഏതാ കഴിച്ചത്? പെഡിഗ്രിയില്ല, റൂൾസ് ആണ് കഴിച്ചത്. റൂൾസിന്റെ ലൈവ് ഫുഡ് റിവ്യൂ. ഇപ്പൊ നിങ്ങളുടെ ചിക്കനോ ബീഫോ എങ്ങനെ? ഇപ്പൊ ഞങ്ങളെ പട്ടികൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാ അവർ എക്സ്പീരിയൻസ് അവർ പറഞ്ഞു തരുന്നില്ല. അപ്പൊ അത് നമ്മള് ലൈവായിട്ട് ഷെയർ ചെയ്യാൻ. നമ്മള് ചോക്കോസ് തിന്നണ പോലെ, പക്ഷെ ചോക്കോസിന്റെ മധുരം ഇല്ല. അതിലെന്തോ ഒരു ഉപ്പാണോ? ഉപ്പല്ല, ആ ഒരു ഫ്ലേവർ പോലത്തെ ഒരു സംഭവം. അത് പെട്ടെന്ന് പട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നണ പോലത്തെ ഒരു എണ്ണമയം പോലത്തെ ഒരു സാധനം വായിലിട്ടപ്പോ തോന്നി. കടിച്ച് തിന്നാതെ കാരണം മനസ്സിലായില്ല. അതൊരു അവര് നമുക്ക് സാമ്പിള് തക്കുടിന് വേണ്ടിട്ട് തന്നു കേട്ടോ. മണം നമ്മളെങ്ങനെ മണക്കുമ്പോഴുള്ള ആ സാധനം വായിലിടുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇത് ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യും? പട്ടികൾക്കാണോ? ഇവരെ പട്ടികളാണ് 10 റേറ്റ് ചെയ്തേനെ. അപ്പൊ അവരത് ആ ഷോപ്പിലുള്ള ആൾക്കാർ നമുക്ക് സാമ്പിൾ ആയിട്ട് വലിയൊരു പാക്കറ്റ് തന്നു. ഞങ്ങളുടെ ഡോഗിന് കൊടുക്കാനായിട്ട്, തക്കുടിന് കൊടുക്കാനായിട്ട് ഇന്നത്തെ ഫുഡ് ഒരാഴ്ചക്കുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഷോപ്പ് കൂടി ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക. സംഭവം വരുന്നത് തൃശ്ശൂര് വെറ്റിനറി ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അവിടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഡോഗ്സിനെല്ലാം വേണ്ടി കുറെ ടൈപ്പ് ഫുഡുകളുണ്ട് കേട്ടോ. കുറെ ടൈപ്പ് പല ബ്രാൻഡിന്റെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവൾക്ക് ഇഷ്ടമായത് ഇതാണ് കഴിച്ചത്. അപ്പൊ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഡോഗ് ലവേഴ്സും ക്യാറ്റ് ലവേഴ്സും ഒക്കെ ഉള്ളവരാണെങ്കിൽ പെറ്റ്സ് ഉള്ളവര് പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെട്ട പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അപ്പൊ റൂൾസ് ഇവൾക്ക് മാത്രമല്ല പട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണ്.
ഓ ഇഷ്ടായി തക്കുന. പട്ടികൾക്ക് 10 of 10 റേറ്റിംഗ് കൊടുക്കുന്നു. നിനക്ക് 5.